ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ എപ്പിസോഡിൽ അച്ഛൻ കർത്താവിനെ തുണയായി ലഭിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് ആദ്യത്തെ പോയിന്റ് പറഞ്ഞിരുന്നു. എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, ഇന്ന് ഈ എപ്പിസോഡിൽ അച്ഛൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നവർക്ക് ലഭിക്കുന്ന കൃപകളെക്കുറിച്ചാണ്. ഓരോരോ പോയിൻ്റായിട്ട് അച്ഛൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഒരു ചിന്ത അച്ഛൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ കൃപ എന്താണെന്ന് ചോദിച്ചാൽ ജ്ഞാനമാണ്. ദൈവികമായ ജ്ഞാനം കിട്ടും. ജ്ഞാനം, അതാണ് യാക്കോബ് 1:5 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ടല്ലോ, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവന് ലഭിക്കും. കണ്ടോ, ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ എന്ന് പറയാം. ദൈവത്തോടുള്ള ചോദ്യവും ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന മറുപടിയും എന്താ? അതിന് മറ്റൊരു വിധത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് പ്രാർത്ഥനയാണ്. അത് പ്രാർത്ഥിക്കുന്ന മനുഷ്യന് കിട്ടുന്ന മറ്റൊരു കാര്യമാണ്. ജ്ഞാനം കിട്ടും, ദൈവികമായ ജ്ഞാനം കിട്ടും. പലപ്പോഴും നമ്മൾ ധ്യാനഗുരുക്കന്മാരെയും നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളോടൊക്കെ പലപ്പോഴും ജീവിതത്തിൽ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പറയും. കഴിഞ്ഞ ദിവസങ്ങളിൽ അച്ഛന് ഒരു കോൾ വന്നു, അച്ഛാ ഇന്ന വിവാഹം കഴിക്കാൻ പോവാണ്, ഇന്ന ആളെ അച്ഛൻ വിവാഹം കഴിക്കണോ കഴിക്കണ്ടേ, ഇന്ന കോഴ്സ്, അല്ലെങ്കിൽ വേറൊരാൾ ചോദിച്ചത് അച്ഛാ കോഴ്സ് എടുക്കാൻ പോകണം, എടുക്കണോ എടുക്കണ്ടേ. അങ്ങനെ പലരും ഇങ്ങനെ എടുത്ത് അച്ഛനോട് ചോദിക്കും, അച്ഛൻ അങ്ങനെ ചെയ്യണോ ചെയ്യണ്ടേ എന്ന്. പലപ്പോഴും ഇടവക ജനങ്ങളും ചോദിക്കും, അച്ഛൻ അങ്ങനെ ചെയ്യണോ ചെയ്യണ്ടേ എന്ന്. കാരണം അവരുടെ വിശ്വാസം എന്താ? അച്ഛൻ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്, അച്ഛന് ദൈവിക ജ്ഞാനമുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിച്ച് ഉചിതമായ തീരുമാനം ദൈവഭയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് എടുക്കുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അത് സത്യവുമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണെങ്കിൽ നമുക്ക് ജ്ഞാനം ഉണ്ടാവും. ധൃതിയോടെ ചാടിപ്പിടിച്ച് നമ്മളൊരു തീരുമാനം എടുക്കത്തില്ല. ദൈവിക ജ്ഞാനം നമുക്കുണ്ടാകുമ്പോൾ അതിൻ്റെ വരും വരായികളെക്കുറിച്ച് ശാന്തമായിരുന്ന് ചിന്തിക്കാനും ദൈവത്തോട് ആലോചന എടുത്തുകൊണ്ട് ഓരോ തീരുമാനങ്ങൾ എടുക്കാനൊക്കെ നമുക്ക് സാധിക്കും. അതാണ് നമ്മൾ പ്രാർത്ഥനയിലാണെങ്കിൽ ദൈവിക ജ്ഞാനം ഉണ്ടാകും. നമ്മളെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ വളരെയധികം ഷാർപ്പായിട്ട് മാറാനും സത്യസന്ധമായിട്ട് മാറാനും ആ തീരുമാനങ്ങളൊക്കെ നാളെ നന്മയ്ക്കുതകുന്നതായിട്ട് മാറാനും ഒക്കെ സാധിക്കും. അച്ഛന് ഞാൻ ഓർക്കാണ്, ഒരു 3-4 മാസം മുമ്പ് ഒരു പയ്യൻ അച്ഛനെ കാണാൻ വന്നിട്ട് പറഞ്ഞൊരു കാര്യം ഇതാണ്, അച്ഛാ വൈഫ് ജർമ്മനിയിലേക്ക് പോയി, എൻ്റെ ഒരു കാര്യവും നടക്കണില്ല, കംപ്ലീറ്റ് തടസ്സമാണ്. അവൻ പറയണ, എനിക്ക് ജീവിതം മടുത്തു, ആകപ്പാടെ നിരാശയാണ് അച്ഛാ, ഞാൻ വീടിൻ്റെ അകത്തിപ്പോൾ ഇങ്ങനെ കഥ കടച്ചിരിക്കുകയാണ്, എൻ്റെ ഡ്രൈവിങ് ടെസ്റ്റ് പാസ്സാവുന്നില്ല, എൻ്റെ വിദേശത്തേക്കുള്ള വിസ പാസ്സാവുന്നില്ല, ഒരു കാര്യവും ശരിയാവുന്നില്ല, ജീവിതം ആകപ്പാടെ നിരാശയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ നിൻ്റെ ജീവിതം നീ ഒന്ന് ഓർഡർലി ആക്ക്, നീ എല്ലാ ദിവസവും ഒന്ന് ദേവാലയത്തിൽ പോ, കർത്താവിനെ കുറിച്ച് സീരിയസ് ആയിട്ട് കാണ്, സ്തുതിയുടെ ജീവിതം നീ നയിക്കുക. പിന്നെ ഞാൻ അവനോട് പറഞ്ഞു, നിൻ്റെ ശരീരം നീ നോക്കണം, നിൻ്റെ ആത്മാവ് നീ നോക്കണം, നിൻ്റെ മനസ്സ് നീ നോക്കണം, ഒരു ടൈം ടേബിൾ അനുസരിച്ചുള്ള ജീവിതത്തിലേക്ക് വാ, അതിൽ നിന്ന് മാറി ജീവിതത്തിലേക്ക് വാ. ഇന്നുള്ള നിൻ്റെ ജീവിതം ആയിരിക്കില്ല നാളത്തെ ജീവിതം. അങ്ങനെ അവൻ അവൻ്റെ ലൈഫ് സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങി. പതിയെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവനെ വിളിച്ചു, അച്ഛൻ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ അച്ഛൻ വിസ വന്നു. ഓരോ കാര്യങ്ങൾ ശരിയാകാനായിട്ട് തുടങ്ങി. അതാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് കിട്ടും? ദൈവിക ജ്ഞാനം കിട്ടും. വിവേകത്തോടെ ഓരോ ആത്മാക്കളെയും വിവേചിക്കാനും അവർക്ക് വേണ്ടവ പറഞ്ഞു കൊടുക്കാനുള്ളൊരു കൃപ കർത്താവ് നമുക്ക് നൽകി അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കഴിയും. ഇപ്പോൾ നിങ്ങൾ അച്ഛനെ കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ വളരെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ പോവുകയാണ്. അതായത് ഒരാളെ വിവാഹം കഴിക്കാൻ പോവുകയാണ്, ഇഷ്ടപ്പെട്ടൊരു കോഴ്സ് എടുക്കാൻ പോവുകയാണ്, വിദേശത്തേക്ക് പോകാൻ പോവുകയാണ്, ബിസിനസ് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ നല്ലോണം പ്രാർത്ഥിക്കുക കേട്ടോ, നല്ലതുപോലെ പ്രാർത്ഥിക്കുക. നിങ്ങൾ അച്ഛന്മാരെയും സിസ്റ്റർമാരെയും മറ്റുള്ളവരെയൊക്കെ വിളിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? യു ഷുഡ് ബി എ മാൻ ഓഫ് പ്രെയർ. നിങ്ങൾ പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനായിട്ട് മാറണം. നീ ആദ്യം മണിക്കൂറുകളിൽ ഇരുന്ന് കർത്താവിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയും അപ്പോൾ കർത്താവ് നിനക്ക് ജ്ഞാനം തരും. നീ എന്താണ് ചെയ്യേണ്ടത് എന്ന് കർത്താവ് കൃത്യമായിട്ട് നിനക്ക് പറഞ്ഞു തരും. നമുക്കറിയാലോ, ലൂക്കാ എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിൽ ഈശോ സക്കേവൂസിൻ്റെ ഭവനത്തിൽ ചെല്ലുന്നുണ്ട്. സക്കേവൂസ് ആരാ? സക്കേവൂസ് സമൂഹം ഒരു പാപിയെന്ന് ചാപ്പ കുത്തിയവനാണ്. അവൻ റോമാക്കാർക്ക് വേണ്ടി ചുങ്കം പിരിച്ചുകൊണ്ടിരുന്ന ധനാഢ്യനായ ഒരു ചുങ്കക്കാരനായിരുന്നു. സമൂഹം അവനെ മാറ്റി നിർത്തിയേക്കുമായിരുന്നു. പക്ഷെ അവസാനം എന്ത് പറ്റി? കർത്താവിനെ കാണാൻ അവൻ സിക്കമൂർ മരത്തിലേക്ക് കയറുന്നു. കർത്താവ് അവനെ കാണുന്നു. ഇരുവരും കൂടെ കർത്താവ് സക്കേവൂസിനോട് പറയുന്നു, സക്കേവൂസെ താഴേക്ക് ഇറങ്ങി വാ. എന്നിട്ട് സക്കേവൂസിൻ്റെ കൂടെ കർത്താവ് സക്കേവൂസിൻ്റെ ഭവനത്തിലേക്ക് ചെല്ലുകയാണ്. സക്കേവൂസിൻ്റെ കുടുംബം
സക്കേവൂസ് എല്ലാവരും കർത്താവിൻ്റെ സ്നേഹവും സാന്നിധ്യവും സാമീപ്യവും ഒക്കെ അനുഭവിച്ചറിയുകയാണ്. നോക്കിയേ, പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ സൃഷ്ടാവിനോടുള്ള കൂട്ടുകൂടലാണെന്ന് അച്ഛൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ? ഇതാണ് കണ്ടോ, സൃഷ്ടാവുമായിട്ട് കൂട്ടുകൂടുവാണ്, കർത്താവിനോട് കൂട്ടുകൂടുവാണ്. കർത്താവ് തീർച്ചയായിട്ടും സക്കേവൂസിൻ്റെ വീട്ടിലുള്ള സക്കേവൂസിൻ്റെ മക്കളോടും ഭാര്യയോടും മാതാപിതാക്കളോടും സഹോദരങ്ങളോടും അയൽവാസികളോടൊക്കെ സംസാരിച്ചിട്ടുണ്ടാവാം. ആ കൂട്ടുകൂടലിൽ നിന്ന് എന്ത് സംഭവിച്ചു? സക്കേവൂസിന് ജ്ഞാനം കിട്ടുകയാണ്, വിസ്ഡം. അപ്പോൾ സക്കേവൂസ് പറയാണ്, കർത്താവ്, ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കാം, എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ കൊടുക്കാം. കണ്ടോ, സക്കേവൂസ് തീരുമാനം എടുക്കുകയാണ്. അതാണ് ദൈവത്തോട് കൂടെ സമയം ചെലവിട്ട് ഒരു ദൈവിക ജ്ഞാനം സക്കേവൂസിന് കിട്ടുകയാണ്. നീ ഒരു കാര്യം ഓർക്കുക, നീ ദൈവത്തോടൊപ്പം ഇരിക്കാതെ ഒരിക്കലും നിൻ്റെ തീരുമാനങ്ങളൊന്നും സത്യമാകണമെന്നില്ല, ശരിയാകണമെന്നില്ല, നേരാകണമെന്നില്ല. നമുക്ക് ചിലപ്പോൾ ശരിയായ വഴിയാണെന്ന് നമുക്ക് തോന്നും, നമ്മളെടുക്കുന്ന തീരുമാനം ശരിയാണെന്ന് നമുക്ക് തോന്നും എപ്പോൾ നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ. പക്ഷെ ദൈവത്തോടൊപ്പം ഇരുന്ന് നീ ചിന്തിച്ച് നോക്കിയേ, അപ്പോൾ ദൈവിക ജ്ഞാനം നിൻ്റെ ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ നീ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ലോങ് റണ്ണിലും ഷോർട്ട് റണ്ണിലും ഒക്കെ നന്മയായിട്ട് പരിണമിക്കും കേട്ടോ. അപ്പം നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന ഒന്നാമത്തെ കൃപ നീ നേടിയെടുക്കണം. എന്താ ഒന്നാമത്തെ കൃപ? ഒന്നാമത്തെ കൃപ എന്താ? വിസ്ഡമാണ്, ജ്ഞാനമാണ്. ദൈവം നിന്നെ ദൈവിക ജ്ഞാനത്താൽ നിറയ്ക്കട്ടെ. ഇനിയുള്ള പോയിന്റുകൾ അച്ഛൻ അടുത്തടുത്ത വീഡിയോസിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പ്രാർത്ഥനയുടെ മറ്റ് കൃപകൾ ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.